ഫ്രണ്ട്സ്, ഇഷാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ നെന്മാറ പെറ്റ്സ് പാർക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. കയറി വന്ന ആദ്യം തന്നെ ഫിഷസിനെയാണ് കേട്ടോ കാണാം. നമ്മളോട് നല്ലോണം ഇണങ്ങുന്ന ഫിഷസ് ആണ് കേട്ടോ. പക്ഷേ ഞാൻ അതിനെ പിടിക്കാൻ തയ്യാറായില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാതിരുന്ന് ഉറങ്ങുന്ന ഇഗ്വാനനെ കണ്ടിരുന്നു. പിന്നെ കുട്ടികളൊക്കെ കുതിരസവാരി നടത്തുന്നുണ്ട് കേട്ടോ. ഓസ്ട്രിച്ച് ആണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ട് മടുത്തു പോയി തോന്നുന്നു. ഭയങ്കര ഭക്ഷണം കഴിക്കലായിരുന്നു. കുട്ടികൾക്കുള്ളൊരു പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു, അവർ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇപ്പുറത്ത് വന്നപ്പോഴാണ് സോക്സ് ഇട്ട കോഴിയും പശുവിനെയും എമോനെയൊക്കെ കാണുന്നത് കേട്ടോ. എമോ ആണെന്നുണ്ടെങ്കിൽ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നെയും കൂടെ ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു എല്ലാത്തിനെയും കാണാൻ വേണ്ടിയിട്ട്. അമ്പൂച്ചനാണെങ്കിൽ ഭയങ്കര പേടിയാട്ടോ. അങ്ങനെ ഡോങ്കീൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മെല്ലെ അവനെ തൊടിയിപ്പിച്ചൊക്കെ നോക്കി. പക്ഷേ ഭയങ്കര പേടിയാണ് ആശാന്. പിന്നെ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നിന്നു. ക്യാമൽ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നല്ല എന്താ പ്രകൃതി രമണീയമായ, അതായത് നല്ലൊരു ഫോറസ്റ്റിൻ്റെ ടെക്സ്ചർ, ഫോറസ്റ്റ് തന്നെയാണത്. അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്. പിന്നെ ഇതാ ഏറ്റവും അവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സ്നേക്കിന് പിടിക്കലാണ് കേട്ടോ. സ്നേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നൊരു സ്നേക്ക് തന്നെയായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ മോനാണ് ഈ സ്നേക്കിനടുത്ത് നിൽക്കുന്നത്. അവൻ്റെ ധൈര്യം ഞാൻ അവിടെ വെച്ച് ഞാൻ സമ്മതിച്ചു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്നേക്കൊക്കെയാണ്. ആശാനടുത്ത് കഴുത്തിലൊക്കെ എടുത്തിട്ട് കേട്ടോ. പക്ഷേ എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. സ്നേക്കിനെ എടുത്തിരുന്ന് കണ്ടിട്ട് വേറൊരാളും തലപൊക്കി അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ ട്രൈ ചെയ്തൊരു കാര്യം ഇതാണ് കേട്ടോ. പഞ്ചവർണ്ണ തത്തയാണെന്ന് തോന്നുന്നു, എൻ്റെ പേരെനിക്കറിയില്ല. അതിൻ്റെ ഗൈഡും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന്. കയ്യിലിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് എന്നെ കണ്ടപ്പോൾ തൊട്ട് എന്നെ കൊത്താനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ പേടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ചിരിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പെറ്റ്സ് പാർക്കിലെ വിശേഷങ്ങൾ. വൈകുന്നേരമാണ് ഞങ്ങൾ പോയത്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.